നമസ്കാരം. ഐബേർഡ് മീഡിയ വീണ്ടും വിചാരം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മുട്ടിൽ മരം മുറിക്കേസിലെ കാട്ടുകള്ളന്മാർ രാഹുൽ മാങ്കൂട്ടത്തിനെ നന്നാക്കാൻ ഇറങ്ങിയപ്പോൾ. മുട്ടിൽ മരമുറി കേസിലെ കുപ്രസിദ്ധ കള്ളന്മാരെന്നോ അങ്ങനെ ഈ കുപ്രസിദ്ധ കള്ളന്മാര് രാഹുൽ മാങ്കുട്ടത്തെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെ? അല്ലെങ്കിൽ എന്തു പറയാം, അതിന് ഒരു പരാതി ആരോപണം വന്നപ്പോഴത്തേക്ക് നന്നാക്കാൻ ശ്രമിക്കുകയാണ്. തെളിവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതെ, അവനെ ഈ എന്താ പറയാ, മുട്ടിൽ മരമുറി കേസിലെ കള്ളന്മാര് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കള്ളത്തരം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഒരു ചാനൽ. നമ്മൾ മനസ്സിലാക്കണം. ഈ മൂന്ന് കള്ളന്മാരാണ് മരം മുറിച്ചു കൊണ്ടായത്. പക്ഷെ ആർക്കെതിരാണ് ഇപ്പൊ കേസുള്ളത്? സാധാരണക്കാരായ 26 കുടുംബം. ഓക്കെ, ഇതിലിപ്പോ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കാട്ടുകള്ളന്മാർ കോടികളുടെ മുതല് കട്ട് മുടിച്ചു. അത് നക്കാപ്പിച്ച പൈസക്ക്, സാധാരണക്കാരുടെ നക്കാപ്പിച്ച പൈസയും കൊടുത്തിട്ടാണ് കോടികളുടെ അഴിമതി നടത്തിയത്. അവർ ഇന്ന് സമൂഹത്ത് വിലസി ജീവിക്കുകയാണ്. ആഡംബര ജീവിതം എന്ന് പറയാം. ഇവിടെ എന്താ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഇവർക്കെതിരെ ഇവരെല്ലാം ഈ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. കാരണം എന്നിട്ടാണ് ഇവര് ആ ചാനലിലുള്ള അരുൺകുമാർ എന്ന് പറയുന്ന ഒരു ന്യൂസ് പ്രസന്റർ അവതാരകൻ പറയുന്നത്, നാണമില്ലേ എന്നാണ് ചോദിക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിനോട്. അത് അവന് മോഹൻലാലിനോടാ ചോദിക്കേണ്ടത്. അതെ, അത് കഴിഞ്ഞ അവര് സ്പോർട്സിലേക്ക് വന്നു. കൊച്ചി സ്റ്റേഡിയം ഏറ്റെടുത്തു. മെസ്സിനെ വരെ കൊടുന്നു. പക്ഷെ നാട്ടുകാരും കണ്ടില്ല. കേരളത്തിലെ ജനങ്ങളാരും മെസ്സിനെ കണ്ടില്ല, അവര് മാത്രം കണ്ടു. നാട്ടുകാരുടെ മുതല് പിന്നെ മുറിച്ച് വിറ്റ കാശ് അവരുടെ കയ്യിലിരിക്കുമല്ലേ, കോടികൾ. സാധാരണക്കാരായ 26 കർഷകരുടെ അടുക്കൽ നിന്നാണ് ഇവര് മരങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. അതും വീട്ടി മരമാണ്. നമ്മൾ മനസ്സിലാക്കണം, സാധാരണ ഒരു മരമല്ല, വീട്ടി. അതും എന്താ പറയാ, അത്രയും വണ്ണങ്ങളുള്ള, വളരെ അങ്ങേയറ്റം, വളരെ എന്താ പറയാ, അധികം വലിപ്പമുള്ള വണ്ണമുള്ള മരങ്ങൾ, വീട്ടി മരം. അതിന് വളരെ തുച്ഛമായ പൈസക്ക് 3-4 മരം ഒരു കുടുംബത്തിൽ നിന്ന് വെട്ടുന്നത് എത്രയാണ്? 50,000-60,000 രൂപ ഒക്കെ കൊടുത്തിട്ടാണ്. അതിലും മൊത്തമായ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. എത്ര കോടിക്കണക്കിന് രൂപേന്റെ മരാന്നാ പറഞ്ഞത്. കോടികളുടെ കണക്കുണ്ടോന്ന് അറിയില്ല. അതെ, ഇത്രയും മരങ്ങള് വെട്ടിക്കൊണ്ടുപോകുമ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഇതിന് നിയമിച്ച ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇവരൊക്കെ എവിടെയായിരുന്നു എന്നുള്ളതാണ്. അതാണ് പറയുന്നത്. സർക്കാരും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ കള്ളന്മാർക്ക് കൂട്ടുനിന്നിട്ട് ഈ പാവപ്പെട്ടവർക്ക് പേപ്പർ അയക്കാൻ മാത്രം ഫൈനായിട്ട് പേപ്പർ അയക്കാൻ ഇവരുണ്ട്. 59 ലക്ഷം രൂപയുടെ പിഴയൊക്കെയാണ് സാധാരണക്കാരായ ആളുകൾക്ക്, പട്ടിണിപ്പാവങ്ങളായ ആളുകൾക്ക് പിഴ ചുമത്തിയിരിക്കുന്നത്. ഇവർ എന്താണ് ഞാൻ വിളിക്കേണ്ടത്? അല്ല, അവര് ശരിക്കും നിസ്സാരമായിട്ടാണ് നിൽക്കുന്നത്. അവര് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇത് അടക്കാൻ നിവൃത്തില്ല, ആത്മഹത്യയിലാണ് വേറെ വഴി. ഈ പറഞ്ഞതിനോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് അയച്ച ഈ പിഴ ചുമത്തിയ ഈ കർഷകർക്ക്, ആ കർഷകരുടെ മേലെ പിഴ ചുമത്തി 59 ലക്ഷം ഒക്കെയാണ് ഓരോ കർഷകരുടെ പേരിൽ ഈ പിഴ ചുമത്തിയിരിക്കുന്നത്. ഈ പിഴ ചുമത്തിയ ഉദ്യോഗസ്ഥരോടാണ് ചോദിക്കുന്നത്, ഇവരെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? കാട്ടുകള്ളന്മാര് മുറിച്ചു വിറ്റ് കോടികൾ സമ്പാദിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ഈ നാട്ടില് വിലസി കോടികളുടെ വില വരുന്ന വീട്, ആഡംബര വീടുകൾ, വാഹനങ്ങൾ, അതിന്റെ പുറമെ ഈ കേസുകളെല്ലാം മറക്കാൻ വേണ്ടി, മറച്ചു വെക്കാൻ വേണ്ടി ഇവര് എന്താ ചെയ്തിരിക്കുന്നത്? ഒരു ചാനലേ തുടങ്ങിയിരിക്കുക. ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ, മറ്റുള്ളവനെ നെഞ്ഞത്ത് കയറാലോ, ഇങ്ങോട്ട് ആരും കയറൂലല്ലോ, ഭയപ്പെടുത്തി നിർത്താലോ, ആളുകളെ പേടിപ്പെടുത്തി നിർത്താം. അല്ല, അതുപോലെ ഇപ്പൊ ഈ കാണിക്കുന്ന ഉത്സവം ഉണ്ടല്ലോ, നമ്മുടെ ഓരോ വകുപ്പ് തരം, ഫോറസ്റ്റ്, മറ്റേത് മറിച്ച് ജിയോളജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് ഈ മരം മുറിക്കുമ്പോൾ ലൈൻ കമ്പി വരെ റിമൂവ് ചെയ്ത് കൊടുത്തായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട്. അതൊരു പോയിന്റാണ്. പിന്നെ ലൈൻ കമ്പി, ഈ വാഹനങ്ങളെ സൗകര്യമുള്ള റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് ലൈൻ കമ്പിയൊക്കെ റിമൂവ് ചെയ്ത് കൊടുത്ത് അന്നൊക്കെ ഇവരെന്ത് ചെയ്തു? കണ്ണടച്ച് പാൽ കുടിക്കുന്ന പോലെ ഇരുന്നിട്ട് ഇപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കന്മാരും ഗവൺമെന്റും എല്ലാം ഇവർക്ക് ഒത്താശയായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാല് ഇവരിപ്പോഴും തള്ളിപ്പറയാൻ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരോ ഗവൺമെന്റോ തയ്യാറാവുന്നില്ല, ഉദ്യോഗസ്ഥന്മാരോ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാ? ഇവർക്ക് കിട്ടേണ്ട വിധം കിട്ടിയിട്ടുണ്ടായിരിക്കും. അതാണല്ലോ ഇപ്പൊ ഈ റിപ്പോർട്ടർ ചാനല് LDF നല്ല
സപ്പോർട്ട് ചെയ്ത് ന്യൂസ് ഇടുന്നത്, അവർക്കെതിരെയുള്ള ന്യൂസ് ഇടുന്നുണ്ടോ? നാം ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ, എലക്ഷൻ അടുക്കുന്ന സമയത്ത് ചാനൽ എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായിരിക്കണം. അതെ അതെ, ചാനൽ എന്ന് പറഞ്ഞാൽ അതാണ് മാധ്യമധർമ്മം എന്ന് പറയുന്നത്. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ നമ്മൊന്ന് മനസ്സിലാക്കൂ, ഈ ഇലക്ഷന്റെ വേളയിലാണ് ഈ നമ്മുടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവർ കുത്തിപ്പൊന്നിച്ചിരിക്കുന്നത്. എപ്പോഴോ വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ സമയമായിട്ട് ഇവർ തമ്മിൽ എന്തോ ബന്ധങ്ങളുണ്ട്. 2023 കേസാണ് കേട്ടത്. അങ്ങനെ ആ കാലഘട്ടത്ത് ഇവർ തമ്മിൽ, ഈ പെൺകുട്ടിയും ഇയാളും കൂടെ തമ്മിൽ ഒരു ബന്ധം നിലനിർത്തിയിട്ടുണ്ടായിരുന്നു എങ്കിൽ അന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരാതി അന്ന് കൊടുക്കണ്ടേ? പക്ഷെ ഇപ്പൊ ഇതിങ്ങനെ ഊതി വീർപ്പിച്ച് ഇപ്പതാ പറയുന്നത് കേൾക്കുന്നത്, ഈ MLA ഈ രാഹുൽ മാങ്കുട്ടത്തിന് ഒളിവിൽ പോകാൻ വേണ്ടി സഹായിച്ച ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അയാളുടെ ഒരു കൂട്ടുകാരനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, കർണാടകയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് പിടിച്ചിട്ടുള്ളത് മലയാളികളായ 2 യുവാക്കളെ എന്നൊക്കെ പറയുന്നത്. ഇവര് ഇത്രയേറെ പ്രയോറിറ്റി ഇതിന് ഈ കേസുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ കാരണം എന്താണ്? ഇലക്ഷൻ വരികയാണ്. ഇത് എല്ലാ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യൻ, കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും. ഇലക്ഷൻ മാത്രമല്ല, ശബരിമലൊക്കെ പ്രശ്നമില്ലേ? അതെ, ശബരിമലയും ഇതിന്റെ അതൊരു സൈഡിൽ കൂടെ മാറിപ്പോണ്ടേ. അതായത് ഈ ശബരിമല ഈ ജനങ്ങൾ ശ്രദ്ധിച്ച് അത് ബാധിച്ചു കഴിഞ്ഞാൽ ഇലക്ഷനെ നല്ലോണം ബാധിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ശബരിമല പ്രശ്നം മറച്ചു വെക്കുക. ഇവര് നല്ല ഒരു ഭരണമാണ്, അല്ലെങ്കിൽ നല്ല നേതാക്കന്മാരാണ്, നല്ല ഒരു സർക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ മരം മുറി കേസ് അത് വളരെ ഇതിൽ എന്താ പറയാ ദ്രുതഗതിയിൽ അന്വേഷിച്ച് ഈ ആഡംബരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മുഖ്യ 3 പ്രതികളുണ്ടല്ലോ, ബായികള്, ഈ ബായികളെ ഇവര് അറസ്റ്റ് ചെയ്യാത്ത എന്താണ് നിയമത്തിന് മുന്നിൽ ചെയ്തിട്ട് തുറങ്കിലടക്കാത്തത്? ഒരു ആൻഡോ, ഒരു റോഷി, ഒരു സ്റ്റീഫൻ. കോൺഗ്രസ് രാഹുലിനെ എതിരെ നടപടി എടുത്ത മാതിരി ആ ഒരു സ്പീഡ് റിപ്പോർട്ട് തന്നെ സർക്കാർ കൊടുക്കേണ്ടിയാണ് അല്ലേ? അതൊന്നുമല്ല ഇതിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. ഈ അരുൺകുമാർ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഓണർമാര് കള്ളന്മാര്, എന്നിട്ട് അവൻ പറയുന്നത് നാണമില്ലടോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്നത്. എന്ത് അർഹതയാണ് ഈ അരുൺകുമാറിനുള്ളത്? സ്വന്തം അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ആളുകൾ കള്ളന്മാരാ, മുതലാളികൾ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നാണമില്ലെന്ന് ചോദിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ആരുടെയും കട്ടതോ മോഷ്ടിച്ചതോ പിടിച്ചു പറിച്ചതോ ആയൊരു മുതൽ രാഹുലിന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നില്ല. അതെ, രാഹുൽ ആരെയും ചെന്ന് പിടിച്ചു മേടിച്ചിട്ടില്ല. രാഹുലിന് കൊടുത്തു, രാഹുൽ മേടിച്ചു. അതെ. ഇപ്പൊ നിങ്ങളുടെ ഈ വാച്ച് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ തരുമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞ് തരുവാണെങ്കിൽ ഞാൻ മേടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കട്ടിട്ട് പോയി എന്ന് പറയാൻ പാടുമോ? ഇതാണ് ഇപ്പൊ രാഹുലിന്റെ കാര്യം സംഭവിച്ചത്. മാത്രം മനസ്സിലാക്കിയ പോലെ ജനങ്ങൾക്ക് പിന്നെ എന്തിനാണ് ഇത്രയേറെ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നത്? രാഹുൽ മാങ്കുട്ടം ഒരു പെൺകുട്ടിയെ പോയിട്ട് കാല് കെട്ടിട്ടോ വായ പൊത്തി പിടിച്ചിട്ടോ കൊടുത്തിട്ട് ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ തെറ്റില്ല. ഇത് അവൾക്കും ഇവനിക്കും തമ്മിൽ ഇഷ്ടമായിട്ട് അവര് എവിടേക്കോ പോയി എന്തെല്ലാം കാര്യങ്ങൾ സ്വാധീനിച്ചു. അതിനുശേഷം ഇപ്പോ ആ പെൺകുട്ടിയുടെ പുറകില് ആളുകൾ കൂടി പണം കൊടുത്ത് പല കാര്യത്തിലൂടെയും പലത് സ്വാധീനിച്ച് ഇങ്ങനെ പറയുമ്പോ അവരുടെ പുറകിൽ എന്താണ്? രാഷ്ട്രീയ അജണ്ടയാണ്. അത് എല്ലാവർക്കും മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല. മനസ്സിലാവും എല്ലാവർക്കും ഇതെല്ലാം ഒരു ഡ്രാമയാണ് എന്നുള്ളത്. കേരളത്തിലെ രാഷ്ട്രീയം ഇപ്പോൾ പെൺകുടുക്കൽ രാഷ്ട്രീയമാണ്. ഒരു സരിത, ഒരു സ്വപ്ന. കേരളത്തിലെ ഇപ്പത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയാം, പെണ്ണിനെ കൊണ്ട് കുടുക്കിയുള്ള രാഷ്ട്രീയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അത് പറയാൻ ആ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അതുകൊണ്ടാ അത്രയ്ക്കും വൃത്തികേടാണ്. പെണ്ണുങ്ങളെ വെച്ച് കളിക്കുക, അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏവനൊരുത്തനും ഒന്ന് വായ ഒന്ന് തുറന്നാൽ അവനെതിരെ പെണ്ണിനെ കൊണ്ട് കൊടുക്കുക. ഇത് വളരെ അങ്ങേയറ്റം ഇതിനൊരു കടിഞ്ഞാനിട്ടില്ലെങ്കിൽ വേറൊന്നുണ്ട്, വലിയ പ്രശ്നത്തിലേക്ക് വഴിവെക്കും. ഇതല്ല ഇന്ന് PC ജോർജിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്നുണ്ട്. PC ജോർജ് പറയുന്ന ഒരു പോസ്റ്റ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചാണത്. അപ്പൊ ഇതാണ് പറയുന്നത്, ഈ പീഡിപ്പിച്ചതിനെ കുറിച്ച്. അത് പറയാൻ PC ജോർജിന് എന്താ അർഹതയുള്ളത്? കാരണം PC ജോർജിന്റെ തന്നെ മറ്റേ എന്താണ് സ്ത്രീയുടെ പേര്, തേനെ എന്ന് വിളിക്കുന്ന ചക്രപ്പെണ്ണ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു സംഭവം നിലനിൽക്കെ അയാൾക്ക് എന്താണ്, ഈ PC ജോർജിന് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തെ പറയാനുള്ള അർഹത എന്താണ്? PC ജോർജും മറ്റൊരു പെൺകുട്ടിയുമായി സംസാരിക്കുന്നതെല്ലാം സംസാരിക്കുന്നത് മീൻസ് വളരെ ഒരിക്കലും പുറത്തു പറഞ്ഞുകൂടാത്ത രീതിയിലുള്ള സംസാരമല്ല, പുറത്തായി ലീക്കായതാണ്. അപ്പൊ പിന്നെ അയാൾക്ക് എന്താണ്? പക്ഷേ രാഹുൽ മാങ്കൂട്ടം PC ജോർജിന്റെ എന്ന് പറഞ്ഞാല് രാഹുലിന്റെ പോലെ അത്ര കാഠിന്യം ഉണ്ടാവില്ലല്ലോ. അതൊരു വ്യത്യാസമാണല്ലോ. അത് ശരിയാ.
അതുകൊണ്ട് പി സിക്ക് അത് പറയാനുള്ള ഇതുണ്ട്. രാഹുലിന് അത്ര കാഠിന്യം വരില്ല. കൂടിയതാണ്. അതെ 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 അതെ. യഥാർത്ഥ പ്രായം നോക്കണം. മുകേഷിന്റെ പ്രായം, രാഹുലിന്റെ പ്രായം, പി സി ജോർജിന്റെ പ്രായം അതിലും കൂടുതലാണ്. പി സിന്റെ പ്രായം മാത്രമല്ല തടിയും വയറൊക്കെ പരിഗണിക്കണ്ടേ. അപ്പൊ എന്തായാലും വീര്യം കുറയും. അതെ, വീരം കുറഞ്ഞതാണ് പി സി ജോർജിന്റെയും മുകേഷിന്റെയും. ഇത് രാഹുൽ മാങ്കുട്ടത്തിന്റെ പീഡനം കുറച്ച് വീര്യം കൂടിയതാണ്. കൂടിപ്പോയി. അത് ചെറുപ്പക്കാരനല്ലേ. അതെ. എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ പോക്ക് പക്ഷേ വളരെ ഈ റിപ്പോർട്ടർ ചാനലിന് ഒരു കാരണവശാലും കേരളത്തിൽ ആരെയും വിമർശിക്കാൻ യോഗ്യതയില്ല. കാരണം വീരപ്പൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ വനം കൊള്ളക്കാരൻ ഈ ആൻഡോയും സഹോദരന്മാരാണ്. ഈ മാധ്യമധർമ്മം മാധ്യമത്തിൽ നിന്നിട്ട് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഒരാൾക്കും സംസാരിക്കാനുള്ള അർഹതയില്ല. അതിന് ജോലി ചെയ്തുകൊണ്ട് മറ്റുള്ളവർ ന്യായീകരിക്കാൻ, മറ്റുള്ളവർക്കെതിരെ വാർത്ത ചെയ്യാൻ പോലും അർഹതയില്ല എന്നാണ് എന്റെ അഭിപ്രായം. മറ്റുള്ളവർക്ക് എതിരെ വാർത്ത ചെയ്യാൻ പോലും യാതൊരുവിധ അർഹതയും റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്കും അർഹതയില്ല. കാരണം അതിന്റെ ഫൗണ്ടർ, അതിന്റെ ഓണർ എന്ന് പറഞ്ഞ കള്ളന്മാരാണ്. അതുപോലെ ഈ റിപ്പോർട്ടർ ചാനലില് ഈ ആൻഡോ എടുക്കുന്നതിന് മുമ്പ് ഈ മുട്ട അന്ന് എന്താ റിപ്പോർട്ട് ചെയ്തെന്നറിയോ? ഈ അരുണ് വനം കൊള്ളക്കാരെന്ന്. ഇവന് നാണം ഉണ്ടെങ്കിൽ ഇവനായി നിൽക്കാൻ പാടുവോ? നാണം ഉണ്ടോ? എനിക്ക് ഉളുപ്പുണ്ടോ? അതെ. ഇയാളല്ല ചോദിച്ചത്, രാഹുലേ നിനക്ക് ഉളുപ്പുണ്ടോ നാണം ഉണ്ടോ അങ്ങോട്ടേക്കല്ലേ ചോദിച്ചേ. ഇവൻ അന്തസ് ഉണ്ടെങ്കിൽ, ഇവൻ അഭിമാനം ഉണ്ട്, ഇവനായി നിൽക്കാൻ പാടും. അപ്പൊ ചോദിക്കും ഇതെന്റെ തൊഴിലാണ്, എന്റെ മറ്റേതാണെന്ന്. ചിലപ്പോ അവന്റെ തൊഴിലായിരിക്കും. നമുക്ക് ആ മുട്ടിൽ മരമുറി കേസിലെ ആ സാധാരണക്കാരായ കർഷകർ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടാം. വീഡിയോ പ്ലേ ചെയ്തു. പറഞ്ഞു ചതിച്ച ഒരു കർഷകൻ ജോർജ് നമുക്ക് ഇവിടെയുള്ള ഈ 26ഓളം കർഷകരെ പച്ചയ്ക്ക് പറഞ്ഞ് വഞ്ചിക്കുകയാണ് ആന്റോ അഗസ്റ്റിൻ ചെയ്തിരിക്കുന്നത്. ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു ചതിച്ച ഒരു കർഷകൻ ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. ജോർജ് ഏട്ടാ, എന്തായിരുന്നു ആന്റോ അഗസ്റ്റിൻ സംഘവും അന്ന് പറഞ്ഞ് മരം മുറിച്ചത്? ആന്റോ അഗസ്റ്റിനും റോജിയും ജോസൂട്ടിയും അവർ മൂന്നാളും ഉണ്ടായിരുന്നു എന്നോട് മരത്തിന്റെ കാര്യം പറയാൻ വന്നപ്പോൾ. അവര് എന്നെ കാണുന്നതിന് മുമ്പ് തന്നെ എന്റെ തോട്ടത്തിൽ വന്ന് ഈ മരങ്ങൾ കണ്ടതിന് ശേഷമാണ് എന്റെ അടുത്തേക്ക് അവർ സംഘത്തോടെ കൊടുത്തോടെ പിന്നെ ഓർഡർ ഉണ്ട്, സർക്കാരിന്റെ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കൊടുക്കുന്നത് എന്താണ്? ഒരു കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല. നാട്ടുകാരും കൂടി മരം മുറിക്കുന്നുണ്ട്. എത്രയോ മരങ്ങൾ റോഡ് സൈഡിൽ കൂടെ കമ്പി അഴിച്ച് അവര് സർക്കാർ ഓർഡർ ഈ റോജിയും ആന്റോയും സ്റ്റീഫനും കൂടെ വന്നിട്ട് കർഷകരോട് പറയുന്നതാണ്, നിങ്ങൾ മരം അവർ ആദ്യം പോയി നോക്കിക്കണ മരങ്ങളല്ല ഈ വീട്ടുകാരെ അറിയാതെ. എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ മരം കൊടുക്കണോ, മരം കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് അവര് പറയുന്നുണ്ട്. സർക്കാരിന്റെ കർഷക നിയന്ത്രണങ്ങളല്ലേ. അപ്പൊ അവര് പറയുന്നുണ്ട് അത് സർക്കാരിന്റെ ഒരു പ്രശ്നങ്ങളില്ല, മരം കൊടുക്കാന്ന് എല്ലാം ഉണ്ട്, അതിന്റെ പേപ്പറുകളും ഉണ്ട്. അങ്ങനെ പറഞ്ഞു പറ്റിച്ചിട്ടാണ് ഇവർക്ക് എല്ലാരും കൊടുക്കുന്നുണ്ട്, എല്ലാരും മുറിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവരെടുത്തും വന്നത്. അങ്ങനെ എല്ലാവരും അടുത്തും ചെന്നിട്ടാണ് ഈ മരം മുറിച്ച് വിൽക്കാനുള്ള മരം മുറിച്ചിട്ടുണ്ട് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത്രയും അങ്ങനത്തെ പഴയ കാലത്ത് വലിയൊരു ഈട്ടുമരത്തിന്റെ കമ്പ് വെട്ടിയായ അത് സർക്കാർ കേസെടുക്കും, പാടില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ നാട് മുഴുവനും 2-3 മാസക്കാലം ഇത്രയും ഈട്ടുമരങ്ങൾ മുറിച്ചിട്ട് ഒരു സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥന്മാരോ സർക്കാരോ അനങ്ങിയിട്ടില്ല. ഏത് ഒരു ഈട്ടുമരത്തിന്റെ കമ്പ് ചോല അടിക്കാന്ന് പറയും. ഒരു കമ്പ് വെട്ടിയാല് സർക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ കേസാ. അവിടെയാണ് മാസങ്ങളോളം 2-3 മാസം വരെ നാട് മുഴുവൻ നടന്ന് മരം തന്നെ മുറിച്ചു മൊത്തം വെട്ടിയിട്ടും ഒരു ഉദ്യോഗസ്ഥൻ പോലും അനങ്ങിയില്ല, നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഒരു പോയിന്റ് ആണ്. ഞങ്ങൾ വിശ്വസിച്ച് ശരിയാണല്ലോ. ഇത്രയും മരം മുറിക്കുമ്പോൾ ഒരു സാധാരണക്കാർ എങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. സർക്കാരിന്റെ ഉത്തരവ് അയാൾ കാണിക്കുന്നു, ഉത്തരവ് വരെ കാണിക്കുന്നു. 4 ഈട്ടിയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ പറഞ്ഞ ഒരു ഉറുപ്പ്യ തരാം 4 മരത്തിനും കൂടി. 4 വീട്ടി മരം ഒരു വീട്ടിൽ നിന്ന് 4 മരത്തിനോട് 4 ലക്ഷം ഉറുപ്പ്യ. വീട്ടിലെ വിലത്തി വിലയും നമുക്കറിയത്തില്ല. ഒരു പണക്കണക്കങ്ങ് പറഞ്ഞു. അവര് അത് പറ്റില്ല. പിന്നെ 1.5 ആയി, 1.25, 1,75,000 വാക്ക് കൊടുത്തു. അവര് 1,70,000 കാര്യം ചെയ്തു. 5,000 രൂപ കിട്ടുന്ന കേസൊക്കെ ആയി. അത് ഞാൻ ചോദിക്കാനും പോയില്ല, ചോദിക്കുന്നത് ശരിയാണ്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 26 കുടുംബങ്ങൾ, ഈ മരം കൊടുത്തിട്ടുള്ള 26 കുടുംബങ്ങൾ ശരിക്കും പെട്ട അവസ്ഥയല്ലേ? ശരിക്കും പെട്ട അവസ്ഥയാണ്. എന്താ സംശയമുള്ളത്? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുക, സർക്കാരിനും കുഴപ്പമൊന്നുമില്ല. കർഷകർക്ക് ഒരു നാണമില്ലേ ഈ സംവിധാനങ്ങൾക്ക്, നമ്മുടെ നിയമ നടപടികൾക്ക്, അല്ലെങ്കിൽ സർക്കാരിന്? കോടിക്കണക്കിന്റെ മുതലുകൾ ഈ പാവങ്ങളെടുത്തുനിന്ന് ഈ റിപ്പോർട്ടർ ചാനൽ ഓണർമാര് വാങ്ങിച്ച് വിറ്റ് കോടികൾ സമ്പാദിച്ച അവര് പേരിൽ ഒരു കേസുമില്ല, അവർ സുഖമായി ജീവിക്കുന്നു. ഈ പാവങ്ങളെ പേരിൽ കേസിട്ടിട്ട് ലക്ഷക്കണക്കിന് കോടികളും ഫൈനാണ് ഇട്ടിരിക്കുന്നത് ഈ പാവങ്ങൾക്ക്. അതിന് പേപ്പർ അയച്ചിരിക്കുന്നത്.
റവന്യൂ വകുപ്പ് അല്ലേ അയച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അതെ. ഒന്ന് ആലോചിച്ച് നോക്ക്, പിഴ ഇട്ടിരിക്കുന്നത് 50 ലക്ഷം, 15 ലക്ഷം, 59 ലക്ഷം ഒക്കെ ഫൈൻ ഇട്ടിരിക്കുന്നത്. ഇതിൽ ചിലപ്പോൾ ഒരു സാധ്യത എന്തായിരിക്കും അറിയോ? ഈ താഴേക്കടയുള്ള അത്യാവശ്യം ഉള്ള ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ എന്ത് ചെയ്യും, പൈസ കിട്ടിയിട്ടുണ്ടാവും. ഇത് ഉന്നത തലത്തിലേക്ക് അറിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവില്ല, പരിപാടിയും കഴിഞ്ഞമാർ എത്തിക്കേണ്ടത്. പിന്നെ ചിലപ്പോൾ ചോദിച്ചപ്പോമാര് കൊടുത്തിട്ടുണ്ടാവില്ല. അതിലൂടെ അവരെന്ത് ചെയ്തു, കർഷകർക്ക് പണി കൊടുത്താക്കാൻ തീരുമാനിച്ചു. ഇവന്മാരൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. അത് മാത്രമല്ല ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു സെക്കൻഡ് പോയിന്റും കൂടെ ഉണ്ട്. ഇത് ഇങ്ങനെ ഒച്ചപ്പാടായ സ്ഥിതിക്ക് ആരെങ്കിലൊക്കെ പേരിൽ എന്തെങ്കിലുമൊക്കെ കേസ് എടുത്തെന്ന് കാട്ടിക്കൂട്ടണ്ടേ? ആരെങ്കിലും പേരിലൊക്കെ കേസ് എടുക്കണം. ഇതിപ്പോ നാട്ടുകാരറിഞ്ഞ് നിയമങ്ങൾ അവിടെ ഇവിടെ ഒക്കെ അറിഞ്ഞു, ആരെങ്കിലൊക്കെ പേരിൽ കേസ് എടുക്കണം എന്ന് കാട്ടിക്കൂട്ടിടുമ്പോ ഇവര് സാധാരണക്കാരുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക. മറ്റൊരു സുഖമായി വിലസുന്ന നാട്ടില് പിന്നെ നല്ല അവരുടെ അടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൽ പേടിപ്പിച്ച് നിർത്താൻ ഒരു MLA യോ MP യോ മിനിസ്റ്ററോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അവർക്കെതിരെ കള്ളവാർത്തകൾ കൊടുക്കാൻ ഇവിടെ ചാനൽ ഉണ്ടാക്കി വെച്ചിരിക്കില്ലേ? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവര് ആദ്യം ചെയ്തത് എന്താ? ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കണേ ഒരു മാധ്യമം, ഒരു TV ചാനൽ തുടങ്ങാ ചെയ്തത്. എല്ലാ പ്രഗത്ഭരായ ന്യൂസ് റീഡർമാരെയും വാർത്ത വായിക്കുന്നവരെയും എല്ലാം അവിടേക്കാണ് വലിച്ചെടുത്തു. കൂടുതൽ ശമ്പളം കൊടുത്തിട്ട് എവിടുന്ന് അതിനൊക്കെ പൈസ എവിടുന്ന് വന്നു ഇവർക്കുള്ള പണം? അതെ, ഇത് ജനങ്ങൾ പ്രതികരിക്കാത്ത എന്താന്ന് വെച്ചാൽ ആർക്കായാലും അവരുടെ ജീവനെ പേടിയില്ലാതിരിക്കുമോ? ഇവൻ ഈ ആന്റോനെ വിമർശിക്കുന്നവര് തീർച്ചയായും എന്ത് ചെയ്യണം, കരുതിയിരിക്കണം. എന്ത് കരുതിയിരിക്കണം? ഒരാളെയാണോ ഒരു ആന്റോ, ഒരു 3 ആള്, ഒരു റിപ്പോർട്ടർ ചാനലിലെ 3 ആളുകള് എത്ര ആളെ കൊല്ലാൻ പറ്റും? അല്ലെങ്കിൽ എന്താ ഇവിടെ ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിലേക്ക് കേരളത്തിൽ ഇത്രയും ചെയ്തവന് ഇനി കുറച്ച് പൈസ കൂടെ മുടക്കിയോ അല്ലെങ്കിൽ അവന്റെ സ്വാധീനം ഉപയോഗിച്ച കള്ളക്കേസിലൂടെ കൊടുക്കാൻ പറ്റില്ലേ? പറയുന്നത് ആണുങ്ങളല്ലാത്ത സർക്കാർ കയറി ഇരിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. കള്ളക്കേസിൽ ഒരു കുടുക്കി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലേ? അന്നൊന്ന് ജീവിക്കാൻ വേണ്ടി അവരെടുത്ത് ചാനൽ, അത് ആർക്കാ ഭയം? കക്കണവനിക്കും മുടിക്കുന്നവനക്കും അല്ലേ ചാനലുകളെ പേടിക്കേണ്ടത്? സാധാരണക്കാരൻ എന്ന് ചാനല് നനഞ്ഞവൻ കുളിച്ചിട്ട് കയറാൻ പിന്നെ അവന് പിന്നെ എന്നാ ചാനൽ? സാധാരണക്കാരന് എന്തോന്ന് ചാനല്? ആ ചാനലുകാർ ആരാണ് ഭയക്കേണ്ടത്? കള്ളപ്പണക്കാര്, അല്ലെങ്കിൽ കള്ളത്തരം ചെയ്യുന്നവര്, പൊളിറ്റിക്കലി കള്ളത്തരം ചെയ്യുന്നവര്. കാരണം അവരുടെ ഓരോന്നും മാറ്റിയെടുക്കാൻ. അപ്പൊ അവിടെ വേറൊന്നുണ്ട്. ഇപ്പൊ ഈ രാഹുൽ മാങ്കൂടത്തിനെ ചതിച്ച പോലെ കള്ളക്കേസ് കുടിക്കാൻ നാണവും പോയി, മാനവും പോയി, ജീവിതവും പോയില്ലേ? കാരണം ഇവന്റെ ഒരു ചാനലുണ്ടെന്ന് ഇവൻ ഒരു കള്ളക്കേസ് കൊടുപ്പിച്ച് അത് നമ്മളെ പ്രതിയാക്കി കഴിഞ്ഞിട്ട് ഇവൻ ഇവരെ ചാനലിട്ട് നമ്മളെ നാട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട് എന്ന് പറയുന്നത്? എവിടെയാണ്? ഇതെല്ലാം തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഇവനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതാണ് പറയുന്നത്, പൊളിച്ചെഴുതണം. ഇത്തരം കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലില്ല. അത് വേണം. അതാണ് പൊളിച്ചെഴുതണം എന്ന് പറയുന്നത്. കാരണം ഇത്തരം രീതിയിലുള്ള ഒരു കാട് മൊത്തം കുട്ടിച്ചോറാക്കി കട്ടുമുടിച്ചിട്ട് കോടികൾ സമ്പാദിച്ചിട്ട് അതിലുള്ള പ്രതികൾ നാട്ടിൽ വലിച്ചു നടക്കുന്നു. സാധാരണക്കാരായ പേരിൽ കേസ് വരുന്നു, പിഴ വരുന്നു, ലക്ഷക്കണക്കിൽ. ഒരു ദിവസം മര്യാദക്ക് കഴിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാര് പിന്നെ പേരിലാണ്. ഈ ലൈൻ കമ്പി അടക്കം റിമൂവ് ചെയ്തിട്ട് അവിടെ മരം മുറിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാരും മരം മുറിച്ച് അറിഞ്ഞില്ല. ഇത്രയും വലിയ തടി ലോറി കയറ്റി പെരുമ്പാവൂർ എത്തിച്ചിട്ടും അറിഞ്ഞില്ല. ഒരു തെളിവും കിട്ടിയില്ല. ക്യാമറ ഇല്ല, കാര്യങ്ങളില്ല, പോയ വണ്ടിക്ക് നമ്പർ ഇല്ല, കൊണ്ടുപോയ ഡ്രൈവറെ അറിയില്ല. ആകെ തുക ഇതെല്ലാം പറഞ്ഞു വരുന്ന ഈ ചാനലുകാരും ഇതിന്റെ മുതലാളിമാരാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ പുറകിൽ ഓടുന്നത്. രാഹുൽ മാങ്കുട്ടം ചെയ്ത് ഏറ്റവും വലിയ പീഡനമാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് ഇവരാണ്. ആരാണ്? ഈ വീരപ്പൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ല, വീരപ്പൻ നമിച്ചിട്ട് പരിപാടി നിർത്തിയാനും വേറെ വീരപ്പൻ സലാം പറഞ്ഞാനെ. ഇനിയിപ്പോ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് പറയാനുള്ളത്, തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വന്നു എത്തി. നമ്മൾ ഓരോരോ വോട്ടും അത് വിലയേറിയതാണ്. നാമാണ് വലുത്, അവരല്ല. നമ്മളെ വോട്ട് അത് നമ്മുടെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിന്റെ നല്ലതിന് വേണ്ടി. ഇപ്പൊ ഒരു രാഹുൽ മാങ്കുട്ടത്തിന്റെയോ മറ്റുള്ളൊരാളോ കാര്യങ്ങൾ മാത്രമല്ല, നല്ലവർക്ക് വേണ്ടി, നാടിന്റെ നന്മകൾക്ക് വേണ്ടി, നാടിന്റെ സൗന്ദര്യത്തിന് വേണ്ടി, നാട്ടിലെ യോജിപ്പിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടി നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ഓരോ വോട്ടും. അതെ, എല്ലാം കള്ളന്മാരെ എല്ലാം കൊള്ളക്കാരാമാരെ തള്ളിപ്പറഞ്ഞ് വോട്ട് ചെയ്യാതിരിക്കരുത്. ഇത്രയും വലിയ ജനാധിപത്യമായ രാജ്യത്ത് വോട്ട് എന്നുള്ളത് നിർബന്ധം ചെയ്തിരിക്കണം. നിങ്ങളുടെ ഓരോ വോട്ടിനും അതിൻ്റെതായ വലിയ വില. വോട്ട് കഴിഞ്ഞാലാണ് നിങ്ങളെ വില ഇല്ലായുള്ളൂ. പക്ഷെ നിങ്ങൾ ചിന്തിച്ച്
നിങ്ങൾക്ക് ആരാണ് നല്ലതെന്ന് തോന്നുന്നത് കള്ളനെ തന്നെ ചെയ്യണോ? വോട്ട് ചെയ്യുക, അവർക്ക് വോട്ട് ചെയ്യുക. ഏതായാലും നമ്മളെ ഇന്നത്തെ പരിപാടി അതായത് കള്ളനെ തന്നെ ചെയ്യണോ, പുതിയ കള്ളനെ തെരഞ്ഞെടുക്കണോ, അതോ നല്ലവനെ തെരഞ്ഞെടുക്കണോ, നിങ്ങൾക്ക് തീരുമാനിക്കാതെ. അതെ, അവിടെ രാഷ്ട്രീയവും സ്വാധീനവും ഒന്നും അല്ല നോക്കേണ്ടത്. പൈസ തരുവാണെ വാങ്ങിക്കാൻ ഉള്ളതുകൊണ്ടല്ലേ തരുന്നത് അല്ലേ? അതെ, അത്രേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ചർച്ച ഇവിടെ ഇവിടെയാണ് അവസാനിക്കുന്നത്. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.